നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മളൊരു ഫുഡ് ഫാമും ഒരു കൗ ഫാമും ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ഒരു ക്യാറ്റ് ഫാമും ഒരു ഫുഡ് ഫാമും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ ആഴ്ച ഒരു എണ്ണം ചാടിപ്പോയാണ്. ഞങ്ങൾ ബ്ലോക്ക് വെച്ച് തിരിച്ചേറാൻ നേരത്തെ. പിന്നെ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഒരെണ്ണത്തിന് കയറ്റുകയും ചെയ്തു. കുതിര ഇവിടുണ്ട്. പുതിയ അതിഥി കൊടുന്നിട്ടുണ്ട്. ഇന്നത്തെ ഗോളെന്ന് വെച്ചാൽ ആ പെട്ടിനെ ടൈമിലാണ്. അത് മാത്രമല്ല, വേറൊരു ഗോളെന്ന് വെച്ചാൽ ഒരു സ്റ്റോറേജ് ഏരിയയും കൂടി ഉണ്ടാക്കാനാണ് രാത്രി. ഈ 2 ഗോളും നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. രാത്രിയില്ലേ കിടന്നുറങ്ങാം. ഇത് നമ്മുടെ 9ാമത്തെ ദിവസമാണ് അല്ലേ? 9ാമത്തെ ദിവസം. രാവിലെ തന്നെ കുളിക്കണം ഇല്ലെങ്കിൽ നാറും. സീനായിട്ടുണ്ട്. നമ്മളിന്നൊരു പൂച്ചേനെയാണ് ടൈം ചെയ്യാൻ പോകുന്നത്. പൂച്ച എന്ന് പറഞ്ഞാൽ മീനിനെ വിഷം കളിക്കിയൊരു ജന്തുവാണ് പൂച്ച. എപ്പോഴും കിട്ടി കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഫിഷിങ്ങിനോട് നിൽക്കേ എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. കുറച്ചധികം പിടിച്ചേക്കണം. നമ്മളെ ഇത് മറ്റുള്ളവരുടെ ഇവിടെ ആണെങ്കിൽ ഒരു 2-3 ഫിഷ് കൊടുത്ത ടൈമാണ്. ഇത് നമ്മുടെ വേൾഡ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഉണ്ടല്ലോ ഒരു ഫിഷിംഗ് റോഡ് ക്രിയേറ്റ് ചെയ്യാൻ എന്തൊക്കെ വേണം. ഒരു സ്ട്രിങ്ങിൻ്റെ ആവശ്യം കൂടി ഉണ്ട്. സ്ട്രിങ് പറഞ്ഞാൽ കൂടെ എവിടുന്ന് ഒപ്പിക്കാനാ? അത് രാത്രിയാണോ? അപ്പോഴേക്കും പീടാവും. വീട് അമ്മാരുടെ പണി നോക്കട്ടെ. നമുക്ക് നമ്മുടെ പണി നോക്കാം. കൊല്ലണം. 5 കിട്ടി. ഇത് മതിയെന്ന് തോന്നുന്നു. നമുക്കതല്ലേ പോയി. പിന്നെ ഈ വില്ലേജിൽ നമ്മളൊരു 2-3 നമ്മൾ ഇൻട്രോ എടുക്കാൻ നേരത്ത് എടുത്തിട്ടുണ്ടല്ലോ. 2-3 പൂച്ചകളെ നമ്മൾ അവിടെ എങ്ങാണ്ട് കണ്ടത്. അവിടെ എങ്ങാണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. കാടും മലയും പുഴയും ചാടി കടന്നാണ് നമ്മളൊരു പെറ്റിനെ കാണാൻ പോണത്. പെട്ടിനെ തുടക്കം തന്നെ നമുക്ക് ഇച്ചിരി റിസ്ക് എടുത്താലോ? പെറ്റിനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കുറച്ച് ബ്ലോക്ക് കയ്യിൽ വയ്ക്കട്ടെ. ഈ ബ്ലോക്ക് കയ്യിൽ വയ്ക്കാം. പിന്നെ മനസ്സിലായി നമ്മളെന്താ ചെയ്യാണെന്ന്. ഇവനെ ട്രാപ്പ് ചെയ്താലോ? ട്രാപ്പ് ചെയ്തിട്ടോ? അതിനെ മറന്നോ? ഇവനെ ട്രാപ്പ് ചെയ്യാം. ഇവൻ ഈ ബ്ലോക്കിൽ ഇരുന്നാൽ പെടും കേസ്. ഇനി ഇവരിന്ന് അനങ്ങാൻ പറ്റില്ല. അനങ്ങാൻ പറ്റില്ല. കുട്ടിയോളി പെട്ടു. ഓടിക്കോ. രാവിലെ അത് അനങ്ങാൻ പറ്റില്ലല്ലോ. വാടാ. അയ്യോ, എനിക്ക് പേടിയോ. ഇങ്ങനെ ചാടി അടിക്കാം. ടാറ്റ. ഇത്രയും കിട്ടി. ഇത്രയും കിട്ടട്ടെ. നമുക്ക് പൂച്ചേനെ ടൈം ചെയ്യാം. അവിടെ ഇതെന്തിയോടെ ഓടിക്കണ? ഇതില്ലേ കൊടുക്കണ്ടേ? എനിക്ക് എൻ്റെ ലീഡുണ്ടോ? ലീഡിൻ്റെ അതും വെച്ച് ഇങ്ങനെ പിടിക്കുന്നു. പിന്നെ നമ്മുടെ ഈ കുതിര എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യാനുള്ള ഒരു വസ്തുവാണിത്. നമ്മുടെ പെറ്റെന്ന് വെച്ചാൽ നമ്മുടെ പൂച്ചെന്ന് വെച്ചാൽ നമ്മുടെ പെറ്റാണ്. അതിന് പേരൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ്. പേരെന്ന് പറഞ്ഞാൽ പേരെന്തായാലും ഞാൻ തന്നെ എന്നോട് പറയണം. പേര് പോനിക്കുട്ടൻ. മണിക്കുട്ടൻ, സോറി.
ലീശന മണിക്കുട്ടാ അവിടെ ഇക്കടാ മണിക്കുട്ടാ മോനെ മണിക്കുട്ടാ അവിടെ ഇതെന്താ ലീശ കാണിക്കാത്ത ലീശിന് താഴ്ത്ത് കാണിക്കേണ്ടതാണല്ലോ ലീശ് മക്കളെ നിങ്ങൾക്ക് ഞാൻ അവിടെ അയില വരത്തത് കൊണ്ട് വെച്ചിട്ട് അവിടെ ഇവനെ തപ്പി ഞാൻ ഈ കടന ഉത്തരം കണ്ടുകൊണ്ട് വരുമോ എടാ മോനെ നീ എന്താ റൊണാൾഡോയോ എടാ ഇവൻ എന്തൊരു ഓട്ടാടാ ഉസൈൻ ബോൾട്ടോ എടാ മോനെ എടാ ഇവൻ്റെ കാര്യം പറഞ്ഞ എടാ മോനെ വീഡിയോയില ഇട്ടതിട്ട് ചളിയാക്കല്ലടാ ഇച്ചില്ലെങ്കിൽ പണിയാണേ എനിക്കറിയാലോ എടാ മോനെ എടാ ശമ്പു കൊണ്ടോനെ പറയണേ അവിടെ ഇക്ക് നാഗോലി അവിടെ ഇക്ക് നാഗോലി ഇനി ക്ലിക്ക് ചെയ്തൊന്നും സംഭവിക്കാം എവിടം വരെ എത്തി നമ്മൾ ഒരു കടലിൻ്റെ അടുത്തും ഇവൻ്റെ പൊന്ന മോനെ എന്നോട് പറഞ്ഞു നിൽക്കാൻ എടാ ഇവര് ബോൾട്ടാണ് പറഞ്ഞ അത്രേ ഉള്ളൂ ഒരടി കൊടുത്തിട്ടുണ്ട് എടാ മോനെ നീ രാത്രി വരെ എൻ്റെ ഒരു വീഡിയോ ഒത്തിരി കളയോളാ നീ ഇവൻ്റെ കാര്യം പറഞ്ഞാൽ ഓടിപ്പൊടി എന്ത് അയ്യോ എന്ത് പൂച്ചേ ഞാൻ ചുമ്മാ പറഞ്ഞാ അവൻ പോട്ടെ അവൻ്റെ ആവശ്യമില്ല എനിക്ക് വേറെ ഉണ്ട് എൻ്റെ പൊന്നെ ഉസൈൻ ബോൾട്ടിൻ്റെ അടുത്താ അവരുടെ അവന്മാർ ഉസൈൻ ബോൾട്ടാണ് വന്നത് ഉസൈൻ ബോൾട്ട് അവന്മാർ ആ കൊച്ചേർക്കൻ ഈ ഒറ്റടി എത്തുന്നുണ്ടല്ലോ ആ എന്തിനാണ് അറിയത്തില്ല രൂപ അറിയാം ഇവിടെ ഒരു പൂച്ചനെ കണ്ടുപിടിക്ക് ഇത്രയും പാടോ നമുക്ക് സ്നീക്ക് ചെയ്ത് പോയിട്ട് ഒന്ന് നിൽക്കാൻ സ്നീക്ക് ചെയ്ത് പയ്യെ ഈ പൂച്ച കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഉസൈൻ ബോൾട്ടിൻ്റെ ചേട്ടനാണോടാ നീ അവിടെ ഇവന് നമുക്ക് ഇവന്മാരെ ലോക്ക് ചെയ്ത് വയ്ക്കാം നിൽക്കടാ അവളെ എനിക്കൊരു കൂട് വരെ കെട്ടിത്തരാം എടാ മോനെ എനിക്ക് വേണ്ടി അത്ര ഇവന്മാരുടെ കാര്യം തന്നെ ഉണ്ടാവില്ല ഡോങ്കീനെ വിളിച്ചോണ്ട് വരണേ രാവിലെ ഡോഗീനെ വിളിച്ചോണ്ട് വരാമോ ഇവന്മാരെ കൊണ്ട് ഒരു ഉപയോഗമില്ല ഞാൻ പോയിട്ട് ഡോഗീനെ വിളിച്ചോണ്ട് വരാൻ പോവാ പൂച്ച ഡോഗിയെത്തി ഡോങ്കിയേ ആ കഴിഞ്ഞ വട്ടം നമ്മളെ പോലത്തെ ഒരു കൈതനെ കണ്ടല്ലേ അവനെ ഞാൻ ഇപ്പം തപ്പിക്കൊണ്ടിരിക്കുന്നത് അവളെ എൻ്റെ കൺമുമ്പിൽ വെച്ച് നിൽക്കുക ഞാൻ മണ്ടത്തരം കാണിക്കണ്ടാവുന്നൊരു ഇടപെട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എവിടെ വെച്ചാണ് ഡോങ്കിനെ കണ്ടത് എടാ മോനെ നീങ്ങളെ നിൽക്കടാ ഉസൈൻ ബോൾട്ടല്ലല്ലോ ആ ഉസൈൻ ബോൾട്ടല്ലേ അവൻ്റെ അങ്കിളാണോ ഒന്നുമല്ലോ നോക്കണ്ട നിങ്ങളെ അവിടെ യുവന്മാരെ കൊണ്ട് ലീഷ് ഞാൻ പോവാ ചുമ്മാ യുവന്മാർ എൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ സുഖമായിരുന്നു ആ കിട്ടി വാടാ എടാ നിങ്ങളൊന്നും വേണ്ട മെയിൽ വന്നേക്കുന്നു എൻ്റെ വീഡിയോയിൽ പാതി സമയം ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചെന്ന് തോന്നുന്നു നീ വാ കേട്ടോ നല്ല മോൻ ഇവനെ ആ കുതിരയുടെ ഒപ്പം കൊണ്ടേ കെട്ടിയിടാം അയ്യോ ഞാൻ മറ്റവനെ പോയി പിടിക്കട്ടെ ഇവൻ എൻ്റെ ഒരു ഇതുണ്ട് ഇത് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവരും ഒരു കൈതനെ അത്രേ ഉള്ളൂ മക്കളെ
ഇവൻ്റെ പേര് മണി. നെയിം ടാഗിന് പേപ്പറും വേണം, ഷുഗർ കെയിനും അയണും വേണം. അയൺ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടി. ഇനി ഷുഗർ കെയിനും കൂടെ മതി. അതുകൊണ്ട് എൻ്റെ സെക്യൂരിറ്റി ഒരു കൈതോളം ഇങ്ങോട്ട് കയറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നെ കയറ്റി വരുന്നത് കേട്ടോ. എൻ്റെ കാര്യം പറഞ്ഞാൽ 10ാമത്തെ രാത്രി കഴിയാൻ പോവാ. 10 ഗൈസ്. സ്റ്റോറേജ് ഏരിയ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ നമ്മുടെ സ്റ്റോറേജ് ഏരിയ ഇടാം. കാരണം ഈ വീഡിയോ കുറേ ലെങ്ത്ത് കൂടിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര എല്ലാവരും ബൈ ബൈ.